മഴയ്ക്ക് എന്നും ഒരു പ്രത്യേക താളമുണ്ട്. മരങ്ങൾ നിറഞ്ഞ കോടമഞ്ഞ് പുതച്ച കൈലാസേശ്വരം എന്ന തറവാടിൻ്റെ വിശാലമായ മുറ്റത്ത് കറുത്ത ഷീറ്റ് കൊണ്ട് മൂടിയ ഒരു പഴയ അംബാസഡർ കാറിന് മുകളിലേക്ക് മഴത്തുള്ളികൾ വീഴുമ്പോൾ ആ താളം കൂടുതൽ ഘനമുള്ളതായി തോന്നി. 22 വയസ്സ് മാത്രം പ്രായമുള്ള പാർവതി കോലായിലിരുന്ന് മഴ കാണുകയായിരുന്നു. ഇളം നീല നിറമുള്ള പഴക്കം തോന്നിക്കുന്ന ഒരു കോട്ടൺ സാരിയായിരുന്നു അവളുടെ വേഷം. മുഖത്ത് ഒരു നിഴൽ വീണതുപോലെ അവൾ ചിരിക്കാൻ മറന്ന ഒരു രൂപമായിരുന്നു. അവളുടെ കണ്ണുകൾ മഴത്തുള്ളികൾ പോലെ നിറഞ്ഞൊഴുകാൻ തയ്യാറായിരുന്നു. പക്ഷേ ഒരു അദൃശ്യ ശക്തി അവളെ തടയുന്നത് പോലെ തോന്നി. കൈലാസേശ്വരം ഒരു സാധാരണ വീടായിരുന്നില്ല. അത് പുറം ലോകത്തിന് അടച്ചുപൂട്ടിയ ഒരു രഹസ്യ അറയായിരുന്നു. ഇവിടെ നിയമങ്ങൾ പാർവതിയുടെ മുത്തശ്ശിയായ ഗൗരിയമ്മയുടേതായിരുന്നു. 80 കഴിഞ്ഞെങ്കിലും തീക്ഷ്ണമായ നോട്ടവും കടുപ്പമേറിയ വാക്കുകളുമായിരുന്നു ഗൗരിയമ്മയുടെ കൈമുതൽ. പാർവതി, അടുക്കള ഭാഗത്തു നിന്നും ഗൗരിയമ്മയുടെ കനത്ത ശബ്ദം മുഴങ്ങി. ഈ മഴ നോക്കി ഇങ്ങനെ ഇരുന്നാൽ വിശപ്പ് മാറില്ല. പോയി ഭക്ഷണം എടുത്തു വെക്ക്, ഉച്ചയാവാറായി. പാർവതി വെട്ടിത്തിരിഞ്ഞു. അവൾ മുറ്റത്തേക്ക് ഒന്നുകൂടി നോക്കി. ഷീറ്റിനടിയിൽ കറുത്തിരുണ്ട് കിടക്കുന്ന ആ അംബാസഡർ കാറിലേക്കായിരുന്നു അവളുടെ നോട്ടം. ആ കാറ്, അതെൻ്റെ അച്ഛനാണ്. അവളുടെ ഉള്ളം മന്ത്രിച്ചു. ആ കാറിലാണ് 10 വർഷം മുൻപ് അവളുടെ അച്ഛൻ ബാലചന്ദ്രൻ ഇവിടുന്ന് പോയത്. മടങ്ങി വരാത്ത യാത്ര. അതൊരു സാധാരണ അപകടമരണമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ പാർവതിക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം പോകുന്നതിന് തൊട്ടു മുമ്പ് അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് അവളുടെ കാതുകളിൽ ഇപ്പോഴും കനലെരിയുന്ന ഓർമ്മയായി കിടക്കുന്നു. ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് ഞാൻ നിനക്കൊരു കനൽപ്പൂവ് തരും മോളെ. ആ പൂവ് വിടരുമ്പോൾ നീ എല്ലാം അറിയും. അതുകഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ കൈലാസേശ്വരത്തെ പൂമുഖത്ത് പോലീസ് വന്നപ്പോൾ കരിഞ്ഞ മണം പോലെ ഒരു ദുരൂഹത ആ വീടിനാകെ പൊതിഞ്ഞിരുന്നു. അച്ഛൻ്റെ മരണശേഷം തറവാട്ടിലെ അന്തരീക്ഷം മാറി മറിഞ്ഞു. ആരും ആ കാറിനെ പറ്റി സംസാരിച്ചില്ല. ആരും അച്ഛൻ്റെ പേര് ഉച്ചരിച്ചിട്ടില്ല, ഗൗരിയമ്മ പോലും. പാർവതി അടുക്കളയിലേക്ക് നടന്നു. ഗൗരിയമ്മ അടുപ്പിലെ കനലിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അമ്മേ, അച്ഛൻ എന്നെ ഒരു കനൽപ്പൂവ് തന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് എനിക്കതൊരിക്കലും കിട്ടിയില്ല, പാർവതി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഗൗരിയമ്മ കടുപ്പത്തോടെ അവളെ നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരുതരം ഭയവും ദേഷ്യവും ഒരുമിച്ചുണ്ടായിരുന്നു. അവനെപ്പറ്റി നീ എന്നോട് സംസാരിക്കരുത്, അതും ആ പാഴ്വാക്കുകളെ പറ്റിയും. അവൻ്റെ മരണം ഒരു അപകടമായിരുന്നു, അത് നീ അംഗീകരിക്കണം. പാർവതി തല കുനിച്ചു. അപ്പോൾ ഗൗരിയമ്മയുടെ കയ്യിലെ വളകൾക്കിടയിൽ തിളങ്ങിയ ഒരു ലോക്കറ്റിൽ അവളുടെ കണ്ണുടക്കി. അത് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ ഗൗരിയമ്മയ്ക്ക് സമ്മാനമായി നൽകിയതായിരുന്നു. അന്ന് അതിൽ ഒരു ചുവന്ന കല്ലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ ചുവപ്പ് മഞ്ഞ കലർന്ന ഒരു കറുത്ത കല്ലാണ് തിളങ്ങുന്നത്. അമ്മേ, ഈ ലോക്കറ്റിലെ കല്ല് മാറിയല്ലോ, പാർവതി ചോദിച്ചു. ഗൗരിയമ്മ പെട്ടെന്ന് കൈ ഒളിപ്പിച്ചു. അവരുടെ മുഖം വിളറി. ഇതിൽ ശ്രദ്ധിക്കേണ്ട, പോയി വാതിൽ തുറക്ക്, ആരോ വന്നിട്ടുണ്ട്. പാർവതിക്ക് ഒരു അമ്പരപ്പ് തോന്നി. കൈലാസേശ്വരത്തേക്ക് ആരും വരാറില്ല. തറവാട്ടിലെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഗൗരിയമ്മ ആരെയും പ്രവേശിപ്പിക്കാറില്ല. ആരോ വരാനുണ്ടെങ്കിൽ അത് ഗൗരിയമ്മയുടെ രഹസ്യങ്ങളിൽ ഒരാളായിരിക്കണം. പാർവതി മഴയിലേക്കിറങ്ങി. തടിയിൽ തീർത്ത ഭാരമേറിയ വാതിൽ തുറന്നു. മഴ നനഞ്ഞ് കയ്യിൽ ഒരു ചെറിയ ബാഗുമായി അവൾ പ്രതീക്ഷിക്കാത്ത ഒരു രൂപം മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് സത്യനായിരുന്നു, ബാലചന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വർഷങ്ങൾക്ക് മുൻപ് കൈലാസേശ്വരത്ത് താമസിച്ച് പഠിച്ചിരുന്നവനും. എന്നാൽ അച്ഛൻ്റെ മരണശേഷം അയാൾ എങ്ങോ പോയി. പാർവതിയെ കണ്ടതും അയാളുടെ മുഖത്ത് ഒരു മ്ലാനത പടർന്നു. പാർവതി, എനിക്കൊരു കാര്യം ഗൗരിയമ്മയോട് സംസാരിക്കാനുണ്ട്. ആ കനൽപ്പൂവ്. പാർവതിയുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഒരു തുള്ളിച്ചാട്ടം പോലെ പിന്നോട്ട് മാറി. അച്ഛൻ പറഞ്ഞ വാക്ക് ഇയാൾക്കറിയാമോ? പെട്ടെന്ന് ഗൗരിയമ്മയുടെ അലർച്ച കോലായിൽ നിന്നും കേട്ടു. സത്യൻ, നീ ഇനി എന്തിനാണ് ഇവിടെ വന്നത്? ഇറങ്ങിപ്പോ. പക്ഷേ സത്യൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. മഴയത്ത് കുതിർന്ന അയാൾ വാതിൽക്കൽ നിന്നുറച്ചു. അമ്മേ, ബാലേന്ദ്രൻ്റെ മരണം അപകടമായിരുന്നില്ല. അതിനെപ്പറ്റി ചില സത്യങ്ങൾ ഞാൻ അറിഞ്ഞു. ആരും കാണാതെ അയാൾ എന്നെ ഏൽപ്പിച്ച ഒരു സാധനം, അതിപ്പോൾ ഞാൻ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്.
അതിലാണ് എല്ലാത്തിൻ്റെയും ഉത്തരം. ആ പഴയ ഡയറിയും അതിലുള്ള ചില കുറിപ്പുകളും. ഗൗരിയമ്മയുടെ കണ്ണുകൾ ഭയത്താൽ വിറച്ചു. അവർ പരിഭ്രാന്തയായി പാർവതിയെ നോക്കി. പാർവതിയുടെ ഉള്ളിൽ ഒരു തീപ്പൊരി ആളിക്കത്തി. ഗൗരിയമ്മയുടെ കണ്ണുകൾ തീവ്രമായ ദേഷ്യത്തിലും ഭയത്തിലുമായിരുന്നു. എന്നാൽ വാതിൽക്കൽ മഴ നനഞ്ഞു നിൽക്കുന്ന സത്യന്റെ വാക്കുകൾ പാർവതിയുടെ മനസ്സിൽ കനലായി വീണു. നീ നീ എന്തിനാണ് ഇവിടെ വന്നത്? ഗൗരിയമ്മ കിതച്ചുകൊണ്ട് ചോദിച്ചു. അവരുടെ വിറയ്ക്കുന്ന ശബ്ദം കൈലാസേശ്വരത്തെ നിശബ്ദതയെ ഭേദിച്ചു. സത്യൻ ഒരു നിമിഷം പാർവതിയെ നോക്കി. ബാലചന്ദ്രൻ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ ഇവിടെ തിരികെ വരുമെന്ന്. അദ്ദേഹം പോയ ശേഷം ഞാൻ എവിടെയൊക്കെയോ അലഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷേ ഈയിടെയായി ചില കാര്യങ്ങൾ എന്നെ വേട്ടയാടാൻ തുടങ്ങി. ചേട്ടൻ്റെ മരണം അപകടമായിരുന്നില്ല, അതൊരു ആസൂത്രിതമായ കൊലപാതകമായിരുന്നു. പാർവതിയുടെ ചുണ്ടുകൾ വിറച്ചു. അവൾ കോലായിലേക്ക് ഒരു ചുവട് വെച്ചു. കൊലപാതകമോ? അതേ മോളെ, സത്യൻ മെല്ലെ പറഞ്ഞു. കൈലാസേശ്വരത്തിൻ്റെ ഒരു രഹസ്യം പുറത്തു വരാതിരിക്കാൻ ആരോ ചേട്ടനെ ഇല്ലാതാക്കി. ആ രഹസ്യം തേടിയാണ് ഞാൻ വീണ്ടും വന്നത്. ഈ ഡയറി ബാലചന്ദ്രൻ ചേട്ടൻ എന്നെ ഏൽപ്പിച്ചത്. അതിലാണ് എല്ലാ ഉത്തരങ്ങളും. സത്യൻ തൻ്റെ കയ്യിലെ ബാഗിൽ നിന്നും ജീർണിച്ച ഒരു തുകൽ പുറം ചട്ടയിലുള്ള ചെറിയ ഡയറി എടുത്തു. അത് കണ്ടതും ഗൗരിയമ്മയുടെ നിയന്ത്രണം വിട്ടു. അവർ ഒരു ഭ്രാന്തിയെ പോലെ അലറി. കത്തിച്ചു കളയടാ അത്. ആ ഡയറി ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ എല്ലാം തകരും. നിന്റെ ജീവൻ വെച്ച് കളിക്കുകയാണ്. ഗൗരിയമ്മ അടുക്കളയിലേക്ക് ഓടി. കനലെടുക്കുന്ന തീക്കനലുകൾ കോരിയെടുക്കാൻ ഒരുങ്ങി. നിങ്ങൾ തൊട്ടുപോകരുതതിൽ. സത്യൻ ശബ്ദമുയർത്തിക്കൊണ്ട് കോലായിലേക്ക് കയറി. പാർവതിക്ക് മുന്നിൽ നിന്നുള്ള ഈ നാടകീയ രംഗങ്ങൾ ഒരു ഞെട്ടലായി അനുഭവപ്പെട്ടു. അവളുടെ മനസ്സിൽ അച്ഛൻ പറഞ്ഞ കനൽപ്പൂവ് എന്ന വാക്കിലേക്ക് തിരിഞ്ഞു. ഗൗരിയമ്മേ, സത്യൻ തുടർന്നു, ചേട്ടൻ നിങ്ങളുടെ മകനാണ്. നിങ്ങൾ എന്തിനാണ് സത്യം മറച്ചു വെക്കുന്നത്? ഇത്രയും കാലം നിങ്ങൾ ആ ലോക്കറ്റിലെ കറുത്ത കല്ലിൻ്റെ രഹസ്യം സൂക്ഷിച്ചത് എന്തിനാണ്? ചേട്ടനെ കൊന്നയാൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? ഗൗരിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാർവതി നോക്കുമ്പോൾ അവരുടെ കഴുത്തിലെ ലോക്കറ്റിലെ കറുത്ത കല്ല് ഭീകരമായി തിളങ്ങുന്നുണ്ടായിരുന്നു. ആ കറുത്ത കല്ല്, അതിലെന്താണ് രഹസ്യം? സത്യൻ, നീ ഇത് ഇവിടെ വെച്ച് പോകണം. ഈ ഡയറി ഇവിടുത്തെ മണ്ണിനടിയിൽ കുഴിച്ചിടണം. എങ്കിലേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം കിട്ടൂ. ഗൗരിയമ്മയുടെ ശബ്ദം അപേക്ഷയുടേതായിരുന്നു. ഇല്ല, എനിക്ക് സമാധാനം വേണ്ട, സത്യമാണ് വേണ്ടത്. ബാലചന്ദ്രൻ ചേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ ഡയറി പാർവതി അറിയണം. അവൾക്ക് വേണ്ടിയാണ് ചേട്ടൻ ഇത് എഴുതിയത്. സത്യൻ ആ ഡയറി പാർവതിയുടെ നേർക്ക് നീട്ടി. മോളെ, ഇതിൻ്റെ ആദ്യത്തെ പേജ് മാത്രം നീ ഇപ്പോൾ വായിച്ചാൽ മതി. അതിലെ വാക്കുകൾ നിനക്ക് വഴികാട്ടും. ഞാൻ അത്രയും കാലം ആ രഹസ്യം പേറിയത് ഇന്നിവിടെ ഈ സത്യം പുറത്തു വരാൻ വേണ്ടിയായിരുന്നു. പാർവതി വിറയ്ക്കുന്ന കൈകളോടെ ആ പഴകിയ ഡയറി വാങ്ങി. തണുപ്പുള്ള തുകൽ പുറം ചട്ടയിൽ അവൾ വിരലോടിച്ചപ്പോൾ അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. ഗൗരിയമ്മ ഇതെല്ലാം കണ്ട് പേടിച്ച് വാതിൽക്കൽ ചാരി നിന്നു. അവരുടെ മുഖത്ത് മറ്റെന്തോ ഭീകരമായ സത്യം മറച്ചുവെച്ചതിൻ്റെ ദുരൂഹതയുണ്ടായിരുന്നു. പാർവതി ഡയറിയുടെ ആദ്യ താൾ തുറന്നു. അച്ഛൻ്റെ കയ്യക്ഷരം. എൻ്റെ പൊന്നുമോൾക്ക്, നീ ഇത് വായിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി കനൽപ്പൂവ് കണ്ടെത്തി കഴിഞ്ഞിരിക്കും. അത് ഒരു പൂവല്ല, അതൊരു സത്യമാണ്. ഈ കൈലാസേശ്വരത്തിൻ്റെ അടിത്തറയിൽ ഉറങ്ങിക്കിടക്കുന്ന പണത്തെക്കാളും പ്രതാപത്തെക്കാളും വിലപ്പെട്ട ഒരു രഹസ്യം. ആ രഹസ്യം എന്നെ വേട്ടയാടുന്നു. എനിക്കെൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ അത് ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഓർക്കുക, താക്കോൽ നിലവറയിലെ അവസാന ചിത്രത്തിന് പിന്നിൽ. പാർവതി ഞെട്ടലോടെ തല ഉയർത്തി. നിലവറ, അവസാനത്തെ ചിത്രം. കൈലാസേശ്വരത്തെ നിലവറയിലേക്ക് ആർക്കും പ്രവേശനമില്ല. അത് ഗൗരിയമ്മയുടെ അധികാര പരിധിയിലാണ്. പാർവതി ഡയറി നെഞ്ചോട് ചേർത്തു. നിലവറ. മോളെ, ഗൗരിയമ്മയുടെ അലർച്ച പാർവതി കേട്ടില്ല. അപ്പോഴേക്കും മുറ്റത്തെ മഴത്തുള്ളികൾക്കിടയിലൂടെ ഒരു കറുത്ത ഇന്നോവ കാർ വേഗത്തിൽ കൈലാസേശ്വരത്തിൻ്റെ മുറ്റത്തേക്ക് പാഞ്ഞു വന്നു. കാറിൻ്റെ ഡോർ തുറന്നിറങ്ങിയ ആൾക്ക് ഇരുണ്ട നിറമായിരുന്നു. ശരീരത്തിൽ വില കൂടിയ വസ്ത്രങ്ങൾ. അയാളുടെ കണ്ണുകളിൽ ഭയം കലർന്ന ക്രൂരത നിഴലിച്ചു. ഗൗരിയമ്മ അയാളെ കണ്ടതും തളർന്നുപോയി. അനിൽ ബാലേന്ദ്രൻ്റെ സഹോദരനും 10 വർഷമായി ഗൾഫിൽ വലിയ ബിസിനസ്സുകാരനുമായി കഴിയുന്ന വ്യക്തിയും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അയാളുടെ വരവ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അനിൽ സത്യൻ്റെ നേർക്ക് നടന്നു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. സത്യൻ, നീ ഇവിടെ എത്തിയോ? ഞാൻ അറിഞ്ഞിരുന്നു നീ ആ ഡയറി തേടി വരുമെന്ന്. പക്ഷേ നീ വൈകിപ്പോയി.
അനിൽ കയ്യിലിരുന്ന തോക്ക് സത്യന് നേരെ ചൂണ്ടി. പാർവതിയുടെ നിലവിളി കാറ്റിലഞ്ഞുപോയി. സത്യൻ അലറി, അനിലല്ല, നിങ്ങൾ എന്തിനാണ് ചേട്ടനെ? വെടിയൊച്ച മുഴങ്ങി. വെടിയൊച്ച കൈലാസേശ്വരത്തിന്റെ നിശബ്ദതയെ കീറി മുറിച്ചു. പാർവതിയുടെ കാതുകളിൽ അലയടിച്ച ശബ്ദം അച്ഛൻ്റെ മരണസമയത്ത് കേട്ട അതേ കറുത്ത മണം പോലെ അവളുടെ ബോധത്തെ മരവിപ്പിച്ചു. സത്യൻ്റെ നെഞ്ചിൽ നിന്നും രക്തം ചീറ്റിത്തെറിച്ചു. അയാൾ പിന്നോട്ട് ആഞ്ഞു വീണു. ഡയറി കയ്യിൽ നിന്നും തെറിച്ച് മഴവെള്ളത്തിൽ വീഴുന്നതിന് മുൻപ് പാർവതിയുടെ കാൽക്കൽ തട്ടി നിന്നു. നീ എന്തിനാണ് ഇത് ചെയ്തത് അനിലേട്ടാ? പാർവതിയുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി നിന്നു. അവൾ നിലത്ത് വീണ ഡയറിയിലേക്ക് ഭയത്തോടെ നോക്കി. അനിൽ ഒരു ഭാവമാറ്റവുമില്ലാതെ തോക്ക് താഴ്ത്തി. അവൻ്റെ കണ്ണുകൾ ഗൗരിയമ്മയെ തേടി. അമ്മേ, കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഈ രഹസ്യം പുറത്തു വരാൻ ഞാൻ അനുവദിക്കില്ലെന്ന്. ഈ വീടിൻ്റെ പ്രതാപം നിലനിൽക്കണം. അനിൽ ശബ്ദം ഘടിപ്പിച്ചു. ഗൗരിയമ്മ തറവാടിൻ്റെ തൂണിൽ ചാരി നിന്ന് വിറയ്ക്കുകയായിരുന്നു. അവരുടെ മുഖം കണ്ടാൽ ഭയം കൊണ്ടോ അതോ സ്വന്തം മകൻ്റെ ചെയ്തി കണ്ടതിനുള്ള വേദന കൊണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അനിലേ, നീ എന്നെ ഒരു കൊലയാളിയാക്കി. ബാലേന്ദ്രനെ കൊന്നതിന് നീ ഇപ്പോൾ സത്യനെയും. ഗൗരിയമ്മയുടെ വാക്കുകൾ ഇടറി. അനിൽ പുച്ഛത്തോടെ ചിരിച്ചു. ബാലചന്ദ്രൻ അവനൊരു മണ്ടനായിരുന്നു. കാലഹരണപ്പെട്ട ചില നിയമങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചു. അവൻ്റെ വിഡിത്തമാണ് അവൻ്റെ ജീവനെടുത്തത്. സത്യൻ, അവൻ ആ പഴയ കഥകൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വന്ന അതിഥിയായിരുന്നു. തീർന്നു. അനിൽ മഴയിലേക്ക് ഇറങ്ങി. സത്യൻ്റെ നിശ്ചലമായ ശരീരത്തിന് അരികിൽ മുട്ടുകുത്തിയിരുന്നു. അയാളുടെ കണ്ണുകൾ ഡയറിയിലായിരുന്നു. ആ ഡയറി എവിടെ? അനിൽ പാർവതിയോട് ആജ്ഞാപിച്ചു. പാർവതി ഞൊടിയിടയിൽ പ്രതികരിച്ചു. സത്യൻ മരിക്കുന്നതിന് മുൻപ് അവൾക്ക് നൽകിയ ആ അവസാന പ്രതീക്ഷ കൈവിട്ടുകളയാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പിന്നോട്ട് മാറി ഡയറി മറച്ചു പിടിച്ച് നിലവറയിലേക്കുള്ള കോവണിപ്പടിയുടെ വാതിലിനടുത്തേക്ക് ഓടി. ഇല്ല, ഈ ഡയറി ഞാൻ ആർക്കും തരില്ല. അച്ഛൻ എനിക്ക് വേണ്ടി എഴുതിയതാണിത്. അനിൽ എഴുന്നേറ്റു. ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു. നിനക്കറിയില്ല മോളെ, നീ കളിക്കുന്നത് എന്തിനെ വെച്ചാണെന്ന്. നിന്റെ അച്ഛൻ്റെ ഡയറി നിന്നെ മാത്രമല്ല ഈ തറവാടിനെ തന്നെ നശിപ്പിക്കും. പാർവതി തിരിഞ്ഞോടി. കോലായിൽ നിന്നും തളർന്നു പോയ ഗൗരി അമ്മയെ അവൾ കണ്ടില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം, ഡയറിയും നിലവറയും. തറവാടിൻ്റെ ഒരറ്റത്തുള്ള ഇരുട്ട് നിറഞ്ഞ കോവണിപ്പടി ലക്ഷ്യമാക്കി അവൾ ഓടി. അനിൽ അവളുടെ പിന്നാലെ പാഞ്ഞു. പാർവതി, നിർത്താൻ! അവൾ കഷ്ടിച്ച് കോവണിപ്പടി തുറന്നു. ഉള്ളിലേക്ക് ഊർന്നിറങ്ങി. ഭാരമേറിയ ആ വാതിൽ അവൾ ഒറ്റയടിക്ക് അടച്ചു. പുറത്ത് അനിൽ ആഞ്ഞു തല്ലുന്ന ശബ്ദം കേട്ടു. നിലവറയിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഈ വാതിൽ നിനക്ക് തുറക്കാൻ കഴിയില്ല. അനിലിൻ്റെ ശബ്ദം ഭീഷണി മുഴക്കി. പാർവതിയുടെ ശ്വാസം വേഗത്തിലായി. അവൾ ഡയറി നെഞ്ചോട് ചേർത്തു. നിലവറയുടെ പടികൾ തണുപ്പുള്ളതായിരുന്നു. പടർന്നു കയറിയ ഈർപ്പത്തിൻ്റെ മണം. അവൾ മൊബൈലിൻ്റെ വെളിച്ചം തെളിയിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൈലാസേശ്വരത്തിൻ്റെ നിലവറ. ചുവരുകളിൽ മൺപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും ഇരുട്ട് നിറഞ്ഞ അറകളുമായി ആ ഇടം ദുരൂഹമായിരുന്നു. ഡയറിയിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. താക്കോൽ. നിലവറയിലെ അവസാന ചിത്രത്തിന് പിന്നിൽ. അവൾ പടികൾ ഇറങ്ങി താഴെ എത്തി. നീളമുള്ള ഒരു ഇടനാഴിയായിരുന്നു അവിടെ. ഇടനാഴിയുടെ നീളമുള്ള അറ്റത്ത് ഒരു വലിയ തടി കതക്. അവിടെയായിരിക്കും നിലവറയുടെ പ്രധാന അറ. ആ തടിക്കതകിന് സമീപമുള്ള ചുവരിൽ കാലപ്പഴക്കം ചെന്ന ഒരു വലിയ എണ്ണച്ചായം തൂക്കിയിട്ടിരുന്നു. ഒരു പഴയ രാജാവിൻ്റെയോ പ്രഭുവിൻ്റെയോ ഛായാചിത്രം. കൈലാസേശ്വരത്തിൻ്റെ സ്ഥാപകനായിരിക്കണം അത്. പാർവതി മെല്ലെ ചിത്രത്തിനടുത്തേക്ക് നീങ്ങി. അവളുടെ ഓരോ ചുവടുവെപ്പും നിലവറയുടെ നിശബ്ദതയിൽ മുഴുങ്ങി. ഭയം അവളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ അവശേഷിപ്പിച്ച സത്യം തേടാനുള്ള തീവ്രമായ ആഗ്രഹം അവളെ മുന്നോട്ട് നയിച്ചു. ചിത്രത്തിൻ്റെ ഫ്രെയിമിൽ പൊടി പിടിച്ചിരുന്നു. അവൾ കൈകൊണ്ട് ഫ്രെയിം തപ്പി നോക്കി. ചിത്രത്തിൻ്റെ വലതുവശത്തെ താഴത്തെ മൂലയിൽ ചെറുതായി ഒട്ടിച്ചു വെച്ച ഒരു കടലാസ് കഷ്ണം അവൾ കണ്ടു. അതിൽ അച്ഛൻ്റെ കയ്യക്ഷര ചിത്രം വരയ്ക്കുക. ഇടത്തേക്ക്. പാർവതി ഭയം മറന്ന് ചിത്രം ചുവരിനോട് ചേർത്ത് പിടിച്ച് ഇടത്തേക്ക് വലിച്ചു. ഒരു ഉണങ്ങിയ മരം തുറക്കുന്നത് പോലെ ഒരു ക്രീക്ക് ശബ്ദത്തോടെ ഭിത്തിയുടെ ഒരു ഭാഗം പിന്നോട്ട് മാറി. അവിടെ കറുത്തിരുണ്ട വളരെ ചെറിയൊരു അറ.
അറയ്ക്കുള്ളിൽ ചെളി പുരണ്ട ഒരു ചെറിയ ഇരുമ്പിൻ പെട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടിക്ക് മുകളിൽ കരിഞ്ഞ ഒരു പൂവ് പോലെ ചുവന്ന നിറം മാഞ്ഞുപോയ ഒരു ഉണങ്ങിയ പൂവ്. ഇതാണോ അച്ഛൻ പറഞ്ഞ കനൽപ്പൂവ്? പാർവതി പെട്ടിയുടെ അടുത്തെത്തി. ആ പൂവ് തൊട്ടപ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. അവൾ പെട്ടി കയ്യിലെടുത്തു. അതിന് ഭാരം കുറവായിരുന്നു. പൂവ് മാറ്റിവെച്ച് പെട്ടിയുടെ ലോക്കിൽ അവൾ കൈവച്ചു. അത് തുറക്കാൻ ഒരു താക്കോൽ വേണമായിരുന്നു. അപ്പോൾ പുറത്തുനിന്നും കോവണിപ്പടിയുടെ വാതിൽ ശക്തമായി തുറക്കുന്ന ശബ്ദം കേട്ടു. അനിൽ. അവൻ അകത്തേക്ക് കടന്നു. പാർവതി, പുറത്തു വരാൻ, അല്ലെങ്കിൽ ഞാൻ ഈ നിലവറയ്ക്ക് തീ വെക്കും. അനിലിൻ്റെ അലർച്ച നിലവറയിൽ പ്രതിധ്വനിച്ചു. അയാൾക്ക് തന്നോടടുക്കാൻ അധികം സമയമില്ല. പാർവതി പരിഭ്രാന്തയായി. പെട്ടിക്ക് താക്കോൽ ഇവിടെ? അവൾ തിരിഞ്ഞ് ഡയറിയിലേക്ക് നോക്കി. ഡയറിയിൽ ഇനി എന്തെങ്കിലും കുറിപ്പുകൾ ഉണ്ടാകുമോ? അവൾ വേഗത്തിൽ ഡയറിയുടെ പേജുകൾ മറിച്ചു. ഒരു താളിൽ അച്ഛൻ പേന കൊണ്ട് വരച്ച ഒരു രൂപരേഖ. ഗൗരിയമ്മയുടെ ലോക്കറ്റിൻ്റെ ചിത്രം. അതിനിടയിൽ എഴുതിയ ഒരു വാക്ക്, കറുത്ത കല്ല്. പാർവതിയുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഗൗരിയമ്മയുടെ കഴുത്തിലെ ആ കറുത്ത കല്ല്, അതായിരിക്കുമോ താക്കോൽ? പക്ഷേ ഗൗരിയമ്മ ഇപ്പോൾ അനിലിൻ്റെ അടുത്താണ്. പാർവതി പരിഭ്രമിച്ച് നാലുപാടും നോക്കി. ഈ ചെറിയ അറയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? അനിലിൻ്റെ കാൽപെരുമാറ്റം അടുത്തു വന്നു. നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ആ ഡയറിയും പെട്ടിയും എടുത്ത് ഇവിടെ വെച്ച് എൻ്റെ അടുത്തേക്ക് വാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല.